എന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഏത് വിഷയത്തിൽ ഇറങ്ങിയാലും ദൈവം എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ കൈവിടുകയും ചെയ്യരുത്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും നമ്മൾ എത്ര ആത്മീയ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും ചില കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൂടെ തന്നെ കടന്നു പോകും. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, നമ്മൾ അതിനകത്തൂടെ കടന്നു പോയാലും നമുക്കൊരു ദോഷവും തട്ടാതെ ദൈവം എന്തു ചെയ്യും? നമ്മളെ പരിപാലിക്കും. അതുറപ്പാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഒരുപാട് പേർക്ക് ഈ അബദ്ധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിസ്സാര വാക്ക് അല്ലെങ്കിൽ നിസ്സാരമായിരിക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ കൈവിട്ടു പോയോ എന്ന് തോന്നത്തക്ക അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെ, ദാവീദ് ഒരിക്കൽ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ജനത്തെ എണ്ണി. ഇത് എണ്ണി തീർന്നിട്ടാണ് ദാവീദിന് തോന്നുന്നത് ഇത് ഭോഷത്വമായിരുന്നു എന്ന്. ചെയ്തു പോയി, തെറ്റെന്ത് ചെയ്തു. ചെയ്തതിന് ശേഷമാണ് തോന്നുന്നത് ഇത് ഭോഷത്വം ആയിരുന്നു എന്ന്. ഈ ഭോഷത്വമായിരുന്നു എന്ന് തോന്നി ദാവീദിൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാദ് പ്രവാചകനെ അയച്ച് ദൈവം കൂടെ എന്ത് ചെയ്യുന്നു? എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിൽ എണ്ണ എടുത്തൊഴിക്കുന്നത് പോലെ, അല്ലേ? വായിച്ചേ, 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നോക്കണമേ, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മറുപടി വായിച്ചോ. എന്തിനാണ് ദാവീദ് പ്രാർത്ഥിച്ചത്? കുറ്റം ക്ഷമിക്കാൻ. കിട്ടിയത് നോക്ക്, 3 കാര്യം മുമ്പിൽ വെക്കുന്നു. നോക്കണമേ, കുറ്റം ക്ഷമിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചവന് കിട്ടിയതാ 3 ശിക്ഷാവിധികൾ. പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഇത് തന്നെയാണ്, അല്ലേ? ചില ഭോഷത്വങ്ങൾ, ചില കാര്യങ്ങളിൽ നമ്മൾ വിവേകമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്തൂടെ കടന്നു പോകുന്ന ചില ശിക്ഷാവിധികളുണ്ട്. ശിക്ഷാവിധികൾ. ആ വിധിക്കകത്ത് നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിരുന്നാലും ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒഴിവാക്കപ്പെടാതെ അതിനകത്ത് വരുന്ന ഒരു ശിക്ഷ പറയുന്നു. ഒന്നാമത്തെ ശിക്ഷ എന്താണ്? 7 വർഷത്തെ ക്ഷാമം. 7 വർഷത്തെ ക്ഷാമം. അതെവിടെയാണ്? ദാവീദിന്റെ വീട്ടിലല്ല, ദേശത്തിലാണ്. ദേശത്തിൽ ക്ഷാമം വന്നാൽ ദാവീദല്ലേ അതിൻ്റെ ഉത്തരവാദി. കാരണം ദാവീദല്ലേ ഇവിടുത്തെ രാജാവ്. അപ്പം ദേശത്തിലെ ജനത്തെ സംരക്ഷിക്കേണ്ടതാര്? ദാവീദ്. ആ ജനത്തിനാണിപ്പോൾ ക്ഷാമം. ശരിക്കും വീട്ടിലൊരു പ്രശ്നം വന്നാൽ, ഇപ്പം എൻ്റെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ ഞാൻ ആരുടെ പരാതി കേട്ടാൽ മതി? വീട്ടിലിപ്പം 4 പേരുണ്ട്. ഇപ്പം ജനിക്കപ്പെട്ട എൻ്റെ മോള്, അവളെ പരാതിയാണ് ഏറ്റവും വലിയ പരാതി. അപ്പം ഇവർ പോകുന്നത് 4 പേരെ പരാതി കേട്ടാൽ മതി. പക്ഷേ ഈ സഭയ്ക്കകത്തൊരു പ്രശ്നം വന്നാൽ നിങ്ങളെ എല്ലാവരുടെയും പരാതി കേൾക്കണം. മനസ്സിലായ? ഇനി അടുത്ത് നിങ്ങളുടെ സഭാ കുടുംബങ്ങളിലൊരു വിഷയം, എല്ലാവരുടെ കുടുംബത്തിലും വിഷയം വന്നു,
അപ്പൊ ഞാൻ എത്ര പേരുടെ പരാതിയാക്കണം? ദൈവം വെച്ചു കൊടുത്ത ശിക്ഷ ഉണ്ടാ? നിന്റെ വീട്ടിനകത്ത് കുഴപ്പമില്ല, പക്ഷെ നിന്നാൽ പരിഹരിക്കപ്പെടേണ്ട വീട്ടിലാണ് ദാവീദിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാ? നമ്മളെ വീട്ടിലാണ് പ്രശ്നമെങ്കിൽ ഈ 4 പേരെയും കൊണ്ട് ഞാൻ ഓടിയാ മതി. നിങ്ങളെ ഇത്രയും പേരുടെ വിഷയം നിങ്ങളെ വീട്ടിലുള്ളവരുടെ വിഷയമാകുമ്പോൾ എല്ലാവരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ട സമയം കിട്ടുമോ? ഇതാണ് നമ്മുടെ ഭോഷത്വത്തിൽ കൂടെ വരുന്നത്. നമുക്ക് സ്വസ്ഥത തരാമെന്ന് പറഞ്ഞു, പക്ഷെ സ്വസ്ഥത തരാതെ സ്വസ്ഥത കേടുവരുത്തി. പിടികിട്ടിയ 7 വർഷം, അത് 1 2 അല്ല, 7 വർഷം. അടുത്ത 3 മാസം അല്ലെങ്കിൽ ശത്രുക്കൾ എന്ത് ചെയ്യും? അതായത് ആരൊക്കെ ദാവീദ് തോപ്പിച്ചുവോ അവരെല്ലാം തിരിച്ച് അടിക്കാൻ തുടങ്ങും. രബക്കാർ കാത്തിരിക്കേണ്ടിയിരിക്കുകയാണ്. എപ്പോഴും ദാവീദിന്റെ ഒരു കൈ തളർന്നു അപ്പോഴും കയറി അടിക്കായി. കാരണം അവിടെ അടിച്ചത് മാത്രമല്ല, അവന്റെ കിരീടം കൂടെ എന്ത് ചെയ്ത് ഇഞ്ഞ കൊണ്ടുപോകുന്നു. എപ്പോഴൊന്ന് വിഴുന്ന് കിട്ടുമോ അപ്പോഴടിക്കാൻ കണക്കിനിരിക്കുകയാണ്. അപ്പൊ ആ അടിക്കാൻ കണക്കിനിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഞാൻ രാവിലെ ജീസസ് അടുത്ത് പറഞ്ഞു, നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തം നമ്മൾ മറക്കും, പക്ഷെ മറക്കാത്ത ഒരാളുണ്ട്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേക്കും. കല്ലറയിൽ വന്ന മതിലക്കാരി മറിയ ആ വാക്ക് മറന്നു. പത്രോസ് ഓടി വന്ന പത്രോസ് മറന്നു. യോഹന്നാൻ മറന്നു. മറക്കാത്ത ആര്? എടാ, കയ്യഫാവിന്റെ എതിർ പാർട്ടി അവർ ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറയുകയാണ്, ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞ് 3-ാം നാൾ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ കേൾക്കണ വചനം നമ്മൾ മറക്കും. മറക്കാത്ത ആര്? എതിർകക്ഷി. നമ്മളോട് പറഞ്ഞ ദൂത് നമ്മൾ മറക്കും, പക്ഷെ മറ്റൊരാൾ കേട്ടോണ്ടിരിക്കണം. അമ്മ ഭായി, ആ ദൂത് നിവർത്തിയാകാത്ത വേലകളല്ല, ഞാൻ എന്ത് ചെയ്തോളാം. ആ ദൂത് നിറവേറാതിരിക്കാൻ അവൻ എന്തെല്ലാം കാണിച്ചു വെച്ച്. മനസ്സിലായ? ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പിന്തുടരുന്നു എന്ന് നമ്മൾ ബോധ്യമാക്കിക്കൊള്ളാം. 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരുകയോ. അടുത്ത അണ്ട, ശത്രുക്കൾ പിന്തുടരുക മാത്രമല്ല, അവരെ മുമ്പിൽ നീ തോറ്റ് ഓടും. അടുത്ത നോക്കണമേ, 3 ദിവസത്തെ മഹാമാരി. എന്തൊരു വലിയ കുറ്റം ചെയ്തിട്ടാണ്. മനസ്സിൽ തോന്നിയ കാര്യത്തിന് ഒരു ചെറിയ എണ്ണല്. വലിയ കുറ്റമൊന്നും ചെയ്തില്ല, മോട്ടിച്ചില്ല, പിടിച്ചു പറിച്ചില്ല, ആരെയും കൊന്നില്ല. നമ്മളെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഇതൊക്കെ കയറി വന്ന് ഒരു പ്രാവശ്യം ചെയ്തിട്ട് പറയും, ദൈവമേ ഇനി ആവർത്തിക്കൂലേ, ദൈവം ക്ഷമിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ ചെയ്യും. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയത്, ഒരുപാട്. ഇനി ആ കാര്യം മിണ്ടയില്ല, അങ്ങനെ സംസാരിക്കില്ല എന്ന് ഒരുപാട് വട്ടം തീരുമാനം എടുക്കും. വീണ്ടും ഞാനെന്ത് ചെയ്തു പോകും, അതേനും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ വീണ്ടും നമ്മൾ കിടന്ന് കരയും, കർത്താവെ പറ്റിപ്പോയി. അന്ന് ക്ഷമിക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ ചെയ്യും. ഇങ്ങനെ നമ്മൾ തടിതപ്പി പോവുകയാണ്.
ഇവിടെ ദാവീദ് പറഞ്ഞത് തന്നെ നമ്മൾ പറയുന്നു. എന്ന് പറയുന്നു? വായിച്ച, അടുത്ത് വായിച്ച. ഞാൻ വലിയ പറഞ്ഞ തെറ്റ് ചെയ്തു പോയി, ഇപ്പം ഹൃദയത്തിനകത്ത് വലിയ വിഷമത്തിലായി. ആരെ കയ്യിൽ തന്നെ വീഴാം? ഈ 3 കാര്യം എൻ്റെ മുമ്പിൽ വെച്ച് ഇത് യാത് എന്നോട് ചെയ്യണമെന്ന് ദൈവം തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിന് ഞാൻ അങ്ങിട്ട് കൊടുത്തു. ഞാൻ തീരുമാനിക്കലില്ല, ദൈവം തന്നെ തീരുമാനിച്ച് എന്നെ എന്ത് ചെയ്തോട്ടെ, ശിക്ഷിച്ചോട്ടെ. ഒന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു, മനുഷ്യരുടെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യരുത്. അപ്പം ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ കുഴപ്പമാണ് മനുഷ്യൻ്റെ കയ്യിൽ വീഴുന്നാൽ. അതായത് മോവാസത്തിൻ്റെ ശത്രുക്കൾ പിന്തുടരുമെന്ന് പറഞ്ഞില്ലേ, അവരെ കയ്യിൽ വീഴുന്നതിൻ്റെ ജീവനെ പോലും കിട്ടൂല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യം. നമ്മൾ എന്ത് ചെയ്യരുത്, മനുഷ്യൻ്റെ കയ്യിൽ വീഴരുത്.